ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മക്രോണിയാണ് ഇന്നത്തെ റെസിപ്പി. ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിൽ നമുക്കിതിനെ മസാല മക്രോണി എന്ന് വിളിക്കാം. ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കി ഒരല്പം ഉപ്പ് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് മക്രോണി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. നമ്മൾ മക്രോണി മേടിക്കുന്ന കവറിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും അത് വേവിച്ചെടുക്കാനുള്ള സമയമൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ള ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ചെയ്ത ശേഷം അതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി, ഒരൽപ്പം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങനീര് ചേർത്താലും മതി. ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് ഒരല്പ സമയം മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് മക്രോണി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം ഊറ്റിയെടുത്ത് പൈപ്പ് വെള്ളത്തിൽ കാണിച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് അതിലെ ആ ഒരു പശപശപ്പുണ്ടല്ലോ അത് മാറിക്കിട്ടാനും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ്. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വലിയ പീസസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി എടുക്കാം. അതേ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് 2 വലിയ സവാള കൊത്തി എരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ട് വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റി ആ മസാലപ്പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കൊത്തി എരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റി ടൊമാറ്റോ സോഫ്റ്റ് ആവാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടപ്പ് തുറന്ന് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 1/2 കപ്പും ഒരല്പം കൂടി തേങ്ങാപ്പാലുണ്ട്. ഒരു 1/3 കപ്പ് തേങ്ങാപ്പാലാണ് ഉള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരല്പം കൂടി ടേസ്റ്റ് കൂടുതലാവും. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2-3 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പാലെടുത്ത തേങ്ങാപ്പീര ഉണ്ടല്ലോ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് തേങ്ങയുടെ 2ാം പാല്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ മസാലയും മക്രോണിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഈ മസാലയൊക്കെ ആ മക്രോണിയിൽ കൂടി നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി ഫ്ലെയിം സിമ്മിലാക്കി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കണം. അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കുറച്ച് മല്ലിയിലയും തൂക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മക്രോണി റെഡിയായി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.